പുതിയ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ ഞാൻ ഏറ്റവും പ്രസക്തമായി കാണുന്നുവെന്ന് WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അവരുടെ ഫണ്ടിങ് അതിൽ നിന്നും അമേരിക്ക വിഡ്രോ ചെയ്തു. അപ്പം അവരുടെ ഏകദേശ കണക്കുകൾ അനുസരിച്ച് അമേരിക്ക 500 മില്യൺ ടു 600 മില്യനാണ് കൊടുക്കുന്നത് എല്ലാ വർഷവും. അത് ഫിക്സ്ഡ് ആണ്. അത് കഴിഞ്ഞ് പല പ്രോജക്ട്സിനായിട്ടും WHO പല പ്രോജക്ട്സുകളുണ്ട്. അതുമായിട്ടെല്ലാം കൂടെ ചേർത്ത് 1.2 ബില്യനാണ് അമേരിക്ക എല്ലാ വർഷവും അതായത് WHO കൊടുക്കുന്നത്. ഇത് ആരുടെയാണ് ഡിമാൻഡ്? ബേസിക്കലി നേരത്തെ ട്രംപ് പോയ സമയത്തും കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് ട്രംപ് ഇതിൻ്റെ സപ്പോർട്ട് പിൻവലിച്ചിരുന്നു. പിന്നീട് ബൈഡൻ വന്ന ശേഷമാണ് സപ്പോർട്ട് തിരിച്ചു വന്നത്. അടുത്ത ചോദ്യം, ആരുടെയാണ് പ്രധാനപ്പെട്ട ഡിമാൻഡ്? ഇസ്രായേലാണ് ഡിമാൻഡ് ചെയ്ത് വിഡ്രോ ചെയ്യണം. എന്താണ് ഇസ്രായേൽ ഇത് വിഡ്രോ ചെയ്യാൻ പറഞ്ഞതിൻ്റെ കാരണം എന്താ? എല്ലാ വർഷവും WHO അതായത് അവരുടെ പല പ്രോഗ്രാംസും ഫുഡും അതും എല്ലാം കൂടെ ചേർത്ത് ഈ ഗാസയിലും പാലസ്റ്റീനിലും ഏകദേശം 200 മുതൽ 300 മില്യനാണ് WHO അവിടെ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടതാണ്. മറ്റേ ഈ ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്ത സമയത്ത് അവർ നടത്തിയ ഇൻവെസ്റ്റിഗേഷൻ പല ലോകത്തിലെ പല മീഡിയയും റിപ്പോർട്ട് ചെയ്തു. ഈ പണം കൊണ്ട് അവിടെ ഉണ്ടാകുന്ന കുറച്ച് ഭക്ഷണവും ബാക്കി ടെററിസത്തിന് വേണ്ടി ഹമാസാണ് ഈ ഫണ്ട് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്. അപ്പം അതിൻ്റെ വോളണ്ടിയേഴ്സായിട്ട് ഏകദേശം 7000-ഓളം പേരുണ്ടായിരുന്നു വെസ്റ്റ് ബാങ്കിലും ഇവിടെയായിട്ട് ഈ ഗാസയിലും. 7000 പേരിൽ 7000 പേരും ഈ ഹമാസിൻ്റെ തീവ്രവാദികളായിരുന്നു, ട്രെയിൻഡ് ടെററിസ്റ്റുകളായിരുന്നു. അതായത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന് ഫണ്ട് ചെയ്യുന്ന ഏറ്റവും കൂടുതൽ ഫണ്ട് ചെയ്യുന്ന ഏകദേശം 22 മുതൽ 23% അമേരിക്കയാണ് ഫണ്ട് ചെയ്യുന്നത് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. പിന്നെ അടുത്തൊരു പോയിന്റ് ഉണ്ട്. അമേരിക്കൻ കമ്പനികൾ അതായത് മൈക്രോസോഫ്റ്റ് അവരേകദേശം 700 മില്യനാണ് ഓരോ വർഷം പല രീതിയിൽ പാൻഡമിക് റിസർച്ചോ അതും ഇതിനുമൊക്കെ വേണ്ടി WHO ഫണ്ട് ചെയ്യുന്നത്. ഇന്ത്യ ഫണ്ട് ചെയ്യുന്ന കൂടുതലും അതിൻ്റെ റിസർച്ചും പരിപാടി അതുമായിട്ട് ബന്ധപ്പെട്ട ആയുർവേദം, ഗുജറാത്തിലെ അതിൻ്റെ ഒരു ഓഫീസും പരിപാടികളും ബിൽഡിങ്ങുകളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഇന്ത്യയുടെ ഫണ്ടിങ് ഒക്കെ വളരെ കുറച്ച്. ചൈനയ്ക്ക് ഏകദേശം വളരെ ചെറിയ ഫണ്ട്, അത് പ്രോജക്റ്റ് ബേസ്ഡ് ഫണ്ടിങ് ആണ്. ശരിക്കും ഒരു ഫണ്ട് ചെയ്യുന്ന ഏകദേശം 50 മില്യനേ ഉള്ളൂ. ബാക്കിയെല്ലാം പ്രോജക്റ്റിന് കൊടുക്കുന്നതാണ്. ഏറ്റവും വലിയ ഫണ്ട് ചെയ്യുന്ന ഏകദേശം 1 ബില്യൺ 1.25 ബില്യന് മുകളിൽ അമേരിക്കൻ ഗവൺമെൻറ്റും ബാക്കി അമേരിക്കൻ പല കോർപ്പറേഷൻ അവരെല്ലാം കൂടെ ചേർത്ത് ഏകദേശം 2.5 ബില്യൺ ഏകദേശം 3.5 ബില്യനാണ് WHO വേണ്ടി ഓരോ വർഷം അമേരിക്കയിൽ നിന്നും പോകുന്നത്. അത് പൂർണ്ണമായിട്ടും എടുത്തൊക്കെ കളഞ്ഞു. അപ്പം WHO വരണ്ടിരിക്കുക. അതായത് മനസ്സിലാക്കുക, കേരളത്തിലെ പല ആൾക്കാരുടെ ധാരണ ഈ WHO യുണൈറ്റഡ് നേഷൻസ് വലിയതുള്ള പുല്ലാന്ന്. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഇത് വലിയ പുല്ലൊന്നും ആയിരുന്നു നേരത്തെയൊക്കെ. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രശ്നമെന്ന് പറയുന്നത് ചില അറബ് രാജ്യങ്ങൾ ഇൻക്ലൂഡിങ് ഖത്തർ ആണെങ്കിലും പല രാജ്യങ്ങളും ഇതിനകത്ത് പല സുഡാപ്പികളെ കയറ്റി വെച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ യുണൈറ്റഡ് നേഷൻ്റെയും WHO പല ഓഫീഷ്യൽസും ഹൈലി കറപ്റ്റഡ് ആണ്. നിങ്ങൾ മനസ്സിലാക്കണം, അമേരിക്ക എന്നുള്ളവരൊന്നും ഈ ശരിക്കുള്ള അമേരിക്കൻസ് ഒന്നും WHO ഇവിടെ ഒന്നും വർക്ക് ചെയ്യുന്നൊന്നുമില്ല. യൂറോപ്യൻസ് ഒന്നും പണ്ട് വർക്ക് ചെയ്യും, ഇപ്പോഴാരും വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇപ്പോഴത് തേർഡ് വേൾഡ് കൺട്രീസാണ് ഏറ്റവും കൂടുതൽ ഈ പറയുന്ന ഇൻ്റർനാഷണൽ ഓർഗനൈസേഷനിലൊക്കെ കയറി വർക്ക് ചെയ്യുന്നത്. ആദ്യം അതൊക്കെ തലയിലിട്. ഇത് വലിയ ആരെയും ചേനയും ഒന്നുമല്ല. ഇതൊക്കെ ഒരു പേരിന് വേണ്ടി അവിടെയൊക്കെ ഫണ്ട് അടിച്ച് മാറ്റുന്നൊരു സാധനം മാത്രം. ഭയങ്കര കളിപ്പീര് നടക്കുന്ന സംഭവം. ഇവർക്ക് ഓരോ പ്രോജക്റ്റ്, ഇപ്പോൾ ഒരു ഡിസാസ്റ്റർ ഉണ്ടായി, ഇവരൊരു പ്രോജക്റ്റ് എടുക്കുകയാണെങ്കിൽ നമ്മൾ യഥാർത്ഥ തുകയുടെ 10 ഇരട്ടിയാണ്. കാരണം ഇവർക്ക് ഹ്യൂജ് ശമ്പളമാണ് കൊടുക്കേണ്ടത് ഇതിൻ്റെ എംപ്ലോയീസിന്. പിന്നെ ഭയങ്കര ചിലവുമാണ്. അതുകൊണ്ടാണ് പല രാജ്യങ്ങളും ഡിസാസ്റ്ററായിട്ട് ബന്ധപ്പെട്ട് ഇവന്മാരെ അടുപ്പിക്കത്തേയില്ല. അവർ വേറെ ഏതെങ്കിലും ഏജൻസിക്കൊണ്ട് വളരെ ചുളു വിലയ്ക്ക് കാര്യങ്ങൾ നടത്തി. ഇതേതാണ്ട് മലയാളിയുടെ തലയ്ക്കകത്ത് യുണൈറ്റഡ് നേഷൻ ഏതാണ് കുന്തമാണെന്ന് വെച്ചു. അതിൻ്റെ ജനറൽ അസംബ്ലി വലിയ സംഭവമാണ്. ബാക്കിയുള്ളതൊരു പുല്ലുമല്ല. ഇതിനാരും വെയിറ്റേജ് പോലും കൊടുക്കുന്നില്ല. ഇപ്പം കേരളം മലയാളികളൊക്കെ ഒരു ധാരണയും കൊണ്ട് വെച്ചു. അതൊക്കെ ഒരു സമയത്തായിരുന്നത്. ഇപ്പം ഇതിന് യാതൊരു വെയിറ്റേജും കൊടുക്കുന്നില്ല. ഈ എൻ്റെ ടോപ്പിക്കിലോട്ട് വരാം. എന്തുകൊണ്ടാണ് ട്രംപ് ഇതേപോലെ നടപടിയെടുക്കാൻ കാരണം? അതായത് കോവിഡുമായിട്ടുള്ള ബന്ധം നിങ്ങൾക്കറിയാം. അതായത് യൂസ്ലെസ് ഓർഗനൈസേഷനാണ് WHO. അന്ന് അവർ ചൈനയ്ക്ക് വേണ്ടി ഈ ഓരോ സ്റ്റേറ്റ്മെൻറ്റുകൾ മാറ്റിയും മറിച്ചും എല്ലാം പറഞ്ഞു.
ഇപ്പം ചൈനയുമായിട്ടുള്ള ബന്ധവും പല അറേബ്യൻ പ്രത്യേകിച്ച് ഖത്തറും അതേപോലെ രാജ്യങ്ങളായിട്ടുള്ള ബന്ധം വെച്ച് ഓരോ സ്റ്റേറ്റ്മെൻറ്റ് ഇവർ പണം കൊടുത്തങ്ങ് ഉണ്ടാക്കിയെടുക്കുകയാണ്. അതായത് യഥാർത്ഥത്തിലുള്ള റിസർച്ചും പരിപാടി, അതായത് ഒരു പാൻഡമിക് ഉണ്ടായി കഴിയുമ്പോൾ യഥാർത്ഥ സംഭവം എന്താണെന്നും ഈ പാൻഡമിക് പകരത്തില്ലെന്നും ആദ്യം പറഞ്ഞ WHO. പിന്നെ ഈ ഒരു കുന്ത ഓർഗനൈസേഷൻ കൊണ്ട് ആർക്കാ പ്രയോജനം? ഈ സാധനം ഇല്ലാതായി പോകുന്നതാണ് ഏറ്റവും നല്ലത്. എന്താണ് അമേരിക്കയുടെ തീരുമാനം? എവിടെയെങ്കിലും സംഭവം ഉണ്ടായി, ക്രൈസിസ് ഉണ്ടായി, അമേരിക്കയ്ക്കും മറ്റുള്ള രാജ്യങ്ങൾക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും. എന്തിനാ ഈ WHO എന്ന് പറയുന്ന ഈ ടെററിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ഓർഗനൈസേഷൻ്റെ ആവശ്യം? അതായത് ഇതിനകത്ത് ഇപ്പം ഗാസ ഒരു ക്ലാസിക് തെളിവാണ്. കാരണം അവർ തന്നെ സമ്മതിച്ചു. അതേപോലെ നിങ്ങൾ ഓരോ ദിവസം ഇവരുടെ സ്റ്റേറ്റ്മെൻറ്റ് കാണണം. അധികവും ഇസ്രായേലിനെതിരെയാണ് സ്റ്റേറ്റ്മെൻറ്റ്. അതിൻ്റെ സെക്രട്ടറി ജനറലിനെ പറ്റി ഞാൻ പറയാം, അയാളെപ്പറ്റി വലിയ ആരോപണമുള്ളത്. അയാളുടെ മക്കൾക്കും അവർക്കും ഇവർക്കും വലിയ ഗിഫ്റ്റുകളൊക്കെ മേടിച്ചിട്ട് ഇസ്രായേലിനെതിരായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുക. ഈ ടെററിന് അനുകൂലമായിട്ട് സ്റ്റേറ്റ്മെൻറ്റ് കൊടുക്കുന്ന ഒരു സംഘടനയായിട്ട് ഈ പറയുന്ന യുണൈറ്റഡ് നേഷനും അതേപോലെ ഈ WHO ഇതൊക്കെ മാറിക്കഴിഞ്ഞു. അവിടെ ഭയങ്കര ജനസൈഡ് എന്നുണ്ടായി. എന്ത് ജനസൈഡാണ് ഉണ്ടായത്? ഏറ്റവും വലിയ തീവ്രവാദികളെ ഫാക്ടറിയാണ് ഈ സ്ഥലം. അതിനെപ്പറ്റി മിണ്ടുന്നില്ലേ? എത്ര ആൾക്കാരെ ഇവർ കൊല്ലുന്നത്? അതിനെപ്പറ്റി മിണ്ടുന്നില്ല. എവിടെയൊക്കെ കൊണ്ടാണ് ബോംബ് വെച്ച് കൊല്ലുന്നത്? അതിനെപ്പറ്റി മിണ്ടുന്നില്ല. അതൊരു ടെറർ ഓർഗനൈസേഷന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് യുണൈറ്റഡ് നേഷൻ മാറി. അതിൻ്റെ പല സംഘടനകളും അതിനെതിരെ നടപടി എടുക്കേണ്ടത് ആവശ്യം തന്നെയാണ്. ഉറപ്പായിട്ടും അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ മറ്റ് പല രാജ്യങ്ങളും പിന്മാറും. കാരണം അവരുടെ രീതിയിലും വേറൊരു സംഘടനയുണ്ട്. കാരണം ഇതിനെക്കൊണ്ട് യാതൊരു ആവശ്യമില്ലെന്ന് മനസ്സിലാകും. കാരണം ഒരു യൂസ്ലെസ് ഓർഗനൈസേഷനായിട്ട് മാറി. കാരണം നമ്മളെല്ലാം കണ്ടുകൊണ്ടിരിക്കുക കോവിഡിന് ശേഷം എന്താണ് ഉണ്ടായത്, അതിനുശേഷം എന്താ ഉണ്ടായത്. വലിയ ഓഫീസും പരിപാടിയും പത്രങ്ങളും സംഭവങ്ങളൊക്കെ വലിയ സംഭവമായിട്ട് എഴുതി. ഇതിനൊക്കെ ഫണ്ട് ആരാ ചെയ്യുന്നത്? ഈ പറയുന്ന പല രാജ്യങ്ങളാണ് ചെയ്യുന്നത്. അപ്പം അമേരിക്ക പിന്മാറിക്കഴിഞ്ഞാൽ മറ്റു പല രാജ്യങ്ങളും പിന്മാറും. നിങ്ങൾക്കറിയാവുന്ന വസ്തുതയാണ്. ഈ ഗാസ ഇസ്രായേൽ അറ്റാക്ക് ചെയ്ത സമയത്ത് ഷെങ്കൻ കൺട്രീസ് അന്ന് തീരുമാനിച്ചു ഈ പറയുന്ന ഗാസയ്ക്കാണെങ്കിൽ വെസ്റ്റ് ബാങ്കിനും ഈ പാലസ്തീന് ഫണ്ട് ചെയ്യേണ്ടത്. അന്ന് ബൈഡൻ ഇടപെട്ടിട്ടാണ് ഫണ്ട് വീണ്ടും അവർ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ആ യൂറോപ്യൻ യൂണിയൻ തീരുമാനം മാറ്റുന്നത്. ഉറപ്പായിട്ടും ട്രംപ് വന്നു കഴിഞ്ഞാൽ ഈ യൂറോപ്യൻ യൂണിയൻ ഫണ്ട് എടുത്തൊക്കെ മാറ്റും. ഇതോടുകൂടി ഈ സാധനം അങ്ങ് പൊട്ടി നാശമായിട്ട് പോകേണ്ട സാധനമാണ്. കാരണം ഞാനിത് പറയുന്നത് ഞാൻ പല റിപ്പോർട്ട്സും വായിച്ചിട്ടാണ് പറയുന്നത്. ഇതിനകത്ത് കയറിയിരിക്കുന്ന പലരും തീവ്രവാദികൾക്ക് അനുകൂലമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇതിനെപ്പറ്റി ഈജിപ്തും പറഞ്ഞിട്ടുണ്ട്, നേരത്തെ ടർക്കിയും പറഞ്ഞു. ഇപ്പോൾ ടർക്കി അതിനെപ്പറ്റി മിണ്ടുന്നില്ല. പല രാജ്യങ്ങൾക്കറിയാം ഇത് തീവ്രവാദികൾ അകത്ത് കയറിയിരിക്കുന്ന ഒരു ഓർഗനൈസേഷനായിട്ട് ഇത് മാറി. അതിൻ്റെ ഫലമായിട്ട് ട്രംപ് ആ നടപടിയെടുത്തു. അതിനെ പൂർണ്ണമായിട്ട് സ്വാഗതം ചെയ്തു. കാരണം ഏറ്റവും നല്ല നടപടിയാണിത്. ഒരു ടെററിനെ ലോകത്തുള്ള പലരുടെയും പണം പിരിച്ച് അതിൻ്റെ അകത്തോട്ട് കയറ്റി. ഇത് വഹാബിസമാണ് ഉണ്ടാക്കിയെടുത്തത്. അതിനെ മാറ്റിയെടുക്കാമെന്ന് ഈ ലോകത്തിൻ്റെ ആവശ്യമാണ്. അതിന് ട്രംപിന് എല്ലാ രീതിയിലുമുള്ള അഭിനന്ദനങ്ങൾ.